കണ്ടാണിശ്ശേരിയുടെ ഓണക്കാലം തായംകളിയുടെ ആവേശക്കാലം കൂടിയാണ്. തലമുറകളായി കൈമാറിയ തായംകളി ലഹരിയായി സിരകളിൽ പടരുന്ന ഓണക്കാല രാവുകളാണ് കണ്ടാണിശ്ശേരി ഗ്രാമത്തിന്റേത്. തട്ടകത്തിന്റെ പെരുമ എഴുതി ആസ്വാദകമനം കവർന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ കോവിലന്റെ സ്വന്തം ഗ്രാമമായ കണ്ടാണിശ്ശേരിയിൽ ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിലാണ് തായംകളി മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ തന്നെ തായംകളി മത്സരം നടക്കുന്ന പ്രധാന കേന്ദ്രമാണ് കണ്ടാണിശ്ശേരി. പ്രത്യേകം തയ്യാറാക്കിയ കളത്തിൽ 2 പേരടങ്ങുന്ന 2 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 5 കവടികൾ, 1 കളം, 10 കരുക്കൾ, കവടികൾ ചുഴറ്റിയെറിഞ്ഞ് മലർന്നു വീഴുന്നതനുസരിച്ചുള്ള അക്കങ്ങളാണ് കളങ്ങളിലുള്ള കള്ളികൾ വഴി മത്സരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിനിടെ എതിരാളി കരുവെട്ടുന്നതും എതിരാളിയുടെ കരുവെട്ടുന്നതും കളിക്കാരുടെ കമന്റുകളും ശരീരഭാഷയും കാണികളെയും കളിയാവേശത്തിന്റെ നെറുകയിലെത്തിക്കും. കളിക്കാനെത്തുന്നവർക്ക് പ്രായഭേദമില്ല. പഴയ തലമുറയിലുള്ളവരും കൊച്ചുമക്കളുടെ പ്രായമുള്ള ജൻസികളും ഒരേ ആവേശത്തോടെയാണ് കവടി ചുഴറ്റിയെറിയുന്നത്. ചുഴറ്റിയെറിയുന്ന കവടികളിൽ എണ്ണം പറഞ്ഞ് അക്കം വീഴ്ത്തുന്ന പുപ്പുലികളും കളിക്കാരുടെ കൂട്ടത്തിലുണ്ട്. കൈപ്പതിയിൽ കവടികൾ ചേർത്തുവെച്ച് ചുഴറ്റിയെറിയുന്നതിലും ആവശ്യമായ എണ്ണം കൃത്യമായി വീഴ്ത്തുന്നതിലും കളിക്കാർ പുലർത്തുന്ന കഴിവ് നിസ്സാരമായി കാണാവുന്നതല്ല. 18 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ വർഷത്തെ മത്സരത്തിന്റെ കലാശപ്പോര് ഉത്രാടദിനത്തിൽ രാത്രിയിൽ നടക്കും. ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിനൊപ്പം തായംകളിയുടെ ആവേശം കൂടി ഒത്തുചേരുമ്പോഴേ കണ്ടാണിശ്ശേരിക്കാരുടെ ഓണാഘോഷം പൂർണ്ണമാകൂ.